നിങ്ങൾ ഈ സിനിമ കാണാൻ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോ പടം കാണാൻ പ്ലാൻ ചെയ്യുക. കാരണം നിങ്ങളെ കാത്തിരിക്കുന്നത് മലയാളത്തിലെ വൺ ഓഫ് ദ ബ്രില്യന്റ് സ്ക്രീൻ പ്ലേ ഉള്ള ഒരു മൂവി എക്സ്പീരിയൻസ് ആണ്. കാരണം ഈ സിനിമ കാണാൻ കയറുന്ന സമയത്ത് പല പോസിറ്റീവ് റിവ്യൂകളും പല റിവ്യൂസിലും ഒക്കെ കേട്ടിരുന്നു. പക്ഷേ കാര്യമായിട്ട് അതിനൊന്നും ചെവി കൊടുക്കാതെ ഒന്നും അറിയാത്ത രീതിയിലാണ് ഈ സിനിമ കാണാൻ ഞാൻ കയറിയത്. പടം നോർമലി സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് ഏതൊക്കെ വഴിക്ക് ഈ സിനിമ എന്നെ കൊണ്ടുപോയിന്ന് എനിക്കൊരു പിടിയില്ല. കാരണം എന്തൊക്കെയോ ശരിക്കും മനസ്സിനെ തൊട്ടറിഞ്ഞ കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ പിടിച്ചിരുത്തിയ കണ്ണു തള്ളിപ്പോയ കുറെ സംഭവങ്ങൾ ഓഫർ ചെയ്തൊരു മൂവി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കിഷ്കിന്ത കാണ്ഡം. ഡിൻജിത്ത് അയ്യത്താനാണ് ഈ സിനിമയുടെ ഡയറക്ടർ. ബാഹുൽ രമേശ് ആണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. വെറും 8 ദിവസം കൊണ്ട് എഴുതിയ ഒരു സ്ക്രിപ്റ്റിന് ഇത്രത്തോളം മാജിക് ഓഫർ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഈ ഒരു വർഷം എടുത്തു പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു ഇതുപോലെ, മഹാരാജ. ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ വന്നതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്രീൻ പ്ലേ ആണ് ഈ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള ഹീറോ എന്ന് പറഞ്ഞിരുന്നു. ആൻഡ് ഇവിടെ ഞാൻ പറയാണ് മലയാളത്തിൽ എന്നല്ല, ഇപ്പൊ ഞാൻ പറയാണ്, അപ്പൊ അന്ന് പറഞ്ഞ കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാണ്, ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ വന്നതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ബ്രില്യൻ സ്ക്രീൻ പ്ലേ ആണ് ഈ സിനിമ ഓഫർ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ഓരോ കാര്യങ്ങൾ ഇത് ഒറ്റ വാക്കിൽ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല. അതിന്റെ ഇടയിൽ വരുന്ന പല കാര്യങ്ങളും ഉണ്ട്. ആൻഡ് അതിനെ എവിടെയൊക്കെ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യണം എന്നുള്ളത് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർക്കും അതുപോലെ തന്നെ ഡയറക്ടർക്കും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പ്രോപ്പർ ഐഡിയ ഉണ്ടായിരുന്നു. ഇങ്ങനെ വേണം ഈ സിനിമയിലൂടെ പറയേണ്ട കാര്യങ്ങൾ കൺവേ ചെയ്യാൻ എന്നുള്ളത്. ആൻഡ് ഈ പെർഫോമൻസിൽ വരികയാണെങ്കിൽ വിജയരാഘവൻ, അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അല്ല, ജീവിതം തന്നെയായിരുന്നു. കാരണം ഒരു കർക്കശക്കാരനായിട്ടുള്ള ഒരു എക്സ് മിലിറ്ററി ഓഫീസറിന്റെ ആ ഒരു ക്യാരക്ടറിനെ തുടക്കം തൊട്ട് നമുക്കൊരു ഐഡിയ തരുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ക്യാരക്ടർ, അല്പം മുരടൻ സ്വഭാവമാണ്, ഹാൻഡിൽ ചെയ്യാൻ അത്ര സുഖമില്ലാത്ത ഒരാളാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. പിന്നീട് അവിടുന്ന് ഇങ്ങനെ 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 പോയി പലയിടത്തും അദ്ദേഹം ഞെട്ടിച്ചു കളഞ്ഞു, ചില മാനറിസംസ് ഉൾപ്പെടെ. ശരിക്കും കാണുമ്പോൾ ഇദ്ദേഹം അഭിനയിക്കാൻ മറന്നുപോയതാണോ എന്ന് പോലും ചോദിച്ചു പോയ ചില സിറ്റുവേഷൻസ് ഉണ്ട്. ആൻഡ് ആസിഫ് അലിയുടെ മകൻ ക്യാരക്ടർ, ഇപ്പൊ ഈ ഒരു വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ആസിഫ് അലിയുടെ കുറച്ച് നല്ല സിനിമകളുടെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കാണാൻ പറ്റി. ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ തലവനായാലും, ഇപ്പോ അഡിയോസ് അമീഗോ ആയാലും, ഇപ്പൊ കിഷ്കിന്ത കാണ്ടായാലും, ഈ സിനിമ അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രഫിയിലെ എന്നും ഓർത്ത് അല്ലെങ്കിൽ എല്ലാവരും ഓർക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കൊണ്ട് കിടിലനായിട്ട് ഉള്ള ഒരു പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റും. അത് ചില സീനുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആക്ടറിനെ കുറച്ചും കൂടി മികച്ചതാക്കി എന്നേ പറയാനുള്ളൂ. മികച്ചതെന്നല്ല, ഇത് അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. അത് എന്താണിത് പറയേണ്ടതെന്ന് അറിയില്ല. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അത് ഏതൊക്കെ സീനുകളായിരുന്നു, എന്തൊക്കെ മൊമെന്റ്സിലായിരുന്നു അദ്ദേഹം അങ്ങനെയായിരുന്നത് എന്നുള്ളത് നമുക്ക് അപ്പോൾ മനസ്സിലാവും. പിന്നീട് ഈ സിനിമയുടെ മുജീബ് മജീദാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ചില മൊമെന്റുകളിൽ കൊണ്ടുവയ്ക്കേണ്ട സ്കോറിന് പോലും ആ സിനിമേനെ ലിഫ്റ്റ് ചെയ്യാനുള്ള, കാരണം ഓൾറെഡി പടം പീക്ക് ലെവലാണ്, അതിൽ നിന്നും പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് സിനിമയുടെ മ്യൂസിക്കിനും പറ്റി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ ബാക്കിയുള്ള സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള അപർണ ബാലമുരളി ആയാലും, പിന്നെ ജഗദീഷിന്റെ ആ ഒരു ക്യാരക്ടർ, അങ്ങനെ വന്നിട്ടുള്ള എല്ലാവരും അവരവരുടെ റോള് ഗംഭീരാക്കിയിട്ടുണ്ട്. പിന്നെ അശോകന്റെ ആ ഒരു റോളൊക്കെ അടിപൊളിയായിരുന്നു. എന്റെ എടുത്തു പറയേണ്ടത് ഇതാണ്, നിങ്ങൾ ഈ സിനിമ കാണാനായിട്ട് നിങ്ങളുടെ ലിസ്റ്റിലേ ഇല്ലെങ്കിൽ, ഈ പടം OTT വരുമ്പോ കാണാം എന്നൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ, ഞാൻ പറയാണ് ആ ഒരു ഡിസിഷൻ ഒന്ന് മാറ്റുന്നത് നല്ലതായിരിക്കും. അടുത്തുള്ള ഒരു തിയേറ്ററിലേക്ക് പോവുക, ഈ സിനിമ കാണുക, എന്താണ് ഇങ്ങനെ പറയാനുള്ള എന്നുള്ള കാരണം നിങ്ങൾക്ക് അപ്പൊ മനസ്സിലാവും. പിന്നെ പറയേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ സിനിമ കഴിഞ്ഞ ഉടൻ തന്നെ സ്വിച്ച് ഇട്ട പോലെയായിരുന്നു ശരിക്കും കൈയടിച്ചു പോയത്. എനിക്ക് അങ്ങനെ വളരെ റയർ ആയിട്ടുള്ള ഒക്കേഷൻസിലാണ് ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു റിയാക്ഷൻ എനിക്ക് ഉണ്ടാവാറുള്ളത്. പക്ഷെ മനസ്സും നിറഞ്ഞ് കൈയടിച്ചു പോയ ഒരു മൂവി എക്സ്പീരിയൻസ് തന്നെയാണ് കിഷ്കിന്ത കാണ്ഡം. എന്തുകൊണ്ടാണ് ആ ഒരു ടൈറ്റിൽ എന്നുള്ളത് നിങ്ങൾക്ക് ഈ പടം കാണുമ്പോൾ മനസ്സിലാവും. ഒരു പ്ലോട്ടും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ള ഒരു വൺ ലൈൻ പ്ലോട്ട് ഈ സിനിമയ്ക്ക് ഇല്ല. ശരിക്കും അത് എങ്ങനെയാണ് തുടങ്ങുന്നത്, പിന്നെ എങ്ങോട്ടേക്കാണ് സിനിമയുടെ കഥ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. വീണ്ടും ഞാൻ പറയാണ്, എക്സാജറേറ്റഡ് ആയിട്ട് തോന്നിയാൽ ഒരു കുഴപ്പമില്ല. ഇത് ഇന്ത്യൻ സിനിമയിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയും, കാരണം വെച്ചാൽ ഇന്ത്യൻ സിനിമയിൽ ഈ വർഷം കണ്ടതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ബ്രില്യൻ സ്ക്രീൻ പ്ലേ തന്നെയാണ് കിഷ്കിന്ത കാണ്ഡം. അതും നമ്മുടെ മോളിവുഡിൽ നിന്നും കൂടി ആയപ്പോൾ ഇരട്ടി സന്തോഷം. അപ്പോൾ എന്തായാലും പടം നിങ്ങൾ തിയേറ്ററിൽ നിന്ന് തന്നെ കാണുക. കാണാത്തവർ എന്തായാലും തിയേറ്ററിൽ നിന്ന് തന്നെ കാണുക. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. എൻ്റെ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. ഫാമിലിയുടെയും ഫ്രണ്ട്സിന്റെയും ഒപ്പം
നല്ല അടിച്ചു പൊളിച്ച് തന്നെ ആഘോഷിക്കുക. ഒരുപാട് കുറച്ച് 2-3 പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. സോ മൂവിയൊക്കെ കണ്ട് ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ആഘോഷിക്കുക. ഹാപ്പി ഓണം.